റോളക്സ് ആണ്, ന്യൂ എഡിഷൻ ആണ്. ഇത് പറയുന്ന ആളുണ്ടല്ലേ, വാച്ചിനെ കുറിച്ച് പറഞ്ഞാൽ ആ ഏട്ടൻ പറഞ്ഞോളൂ. ഒന്നും പറയാനില്ല. 8 ലക്ഷം രൂപ മുതൽ 27 ലക്ഷം രൂപ വരെ വില വരുന്ന റോളക്സ് ഡേറ്റസ് ഒറിജിനൽ വാച്ച് എന്നെങ്കിലും മേടിക്കാൻ സാധിക്കട്ടെ. പുലയാടി മോനെ, പുലയാടി മോനെ, പുലയാടി മോനെ, പുലയാടി മോനെ. ഒന്നും ഇല്ലേ? ഓ, നിനക്കുള്ളത് അവിടെ ഇരിപ്പുണ്ട്. ഞാനും ആലോചിച്ച് എന്നെ കെട്ടിക്കാൻ അവരെ കെട്ടിക്കും. അതമ്മേ, ഈ കുട്ടിയെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഈ കുട്ടി എന്നെ ഒന്നും കൂടെ ഇംപ്രസ് ചെയ്തു. എടാ, നിന്റെ സാരിയിലൂടെ കിട്ടിയ പടം വെക്കണോ അവിടെ? എന്ത് കഷ്ടാണ് ഭായി. ചേട്ടാ കബോളൊക്കെ എന്താ എന്താണ് അതെന്താ ക്യാമറ ചെറിയ പേടിച്ചോ? പേടിച്ചു. ഇതിന്റെ പ്രാങ്കാ. അയ്യോ പോലീസ് കരോള് അഭിനയിച്ചോ 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 എന്തിനാ വെറുതെ ഓടുന്നു അമ്മ? തല അടിച്ച് കേട്ടാ വെറുതെ സസ്പീഷ്യസ് അടുപ്പിക്കല്ല. അവര് കരുതി നമ്മൾ കട്ടിട്ട് ഓടുന്നതാണ്. ചവിട്ടിയാ ഇല്ല, എന്നാ ശരിക്കും ഓടിക്കോ. $1 million അടിച്ചതിന്റെ ചെലവെന്തിയേ? എന്റെ പൊന്നു ചേർക്ക, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നീ ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഉപയോഗിക്കുന്നത് ഓ സൂപ്പർ അടിപൊളി, ഓ എന്നെ അങ്ങ് പറ്റിച്ച് നീ കയ്യിലെടുത്തോ. അറ്റ്ലീസ്റ്റ് ഒരു വോയിസ് നീ പറ്റിച്ചിടുമ്പോ ഫോർവേഡ് ചെയ്തിട്ടുള്ള മെസ്സേജ് നീ അയപ്പിക്കലടാ എന്റെ പൊന്ന് മണ്ട കണാപ്പാ. നീ അല്ലെങ്കിൽ ആ പെങ്കൊച്ചിനെ കൊണ്ട് നിന്റെ അക്കൗണ്ട് കൊടുത്ത് വോയിസ് ഇടിപ്പിക്കടാ. അവളടുത്ത് പോയി പറഞ്ഞിട്ട് ആ അക്കൗണ്ട് ആ ഒരു മെസ്സേജ് വോയിസ് മെസ്സേജ് ഫോർവേഡ് ചെയ്യുമ്പോ ഞാൻ അയ്യോ പെണ്ണായിരുന്നു തരാൻ കിട്ടുമ്പോളേ ചെലവ് തരാൻ വായിൽ പോടാർക്കാൻ. സത്യം പറയണം, ബീഫ് അടിക്കോ? ഞാന് ഈ ഒരു ബീഫ് കഴിക്കോ? പറഞ്ഞോട്ടോ ഗോപ് ബീഫ് കഴിക്കും പറഞ്ഞോട്ടോ. ഞാൻ ഈ റിപ്പോർട്ടർ ചാനലിലും 24 ചാനലിലും ഈ അരുണിന്റെ അടുത്ത് ചോദിച്ചു നോക്കൂ. ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ എന്താ കഴിക്കുക, ബീഫ് കഴിക്കോ, ശുദ്ധമായിട്ടുള്ള പോത്തിറച്ചി എന്നാ കഴിക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ. നമ്മൾ ഈ കളവ് പറയുന്ന പരിപാടി നിങ്ങളെ പോലെ ഇല്ല. പോയ കാര്യങ്ങളൊക്കെ നടന്നില്ലേ? എന്ത് കാര്യം? കാറിനകത്ത് കുത്തി മറിഞ്ഞ EMI എപ്പോഴും അടച്ചോണ്ടിരിക്കുന്ന ഒരു വിഷമ. 4 ടയറോടെ ഉണ്ടാണേ. അളിയ ഒന്ന് പറഞ്ഞ കളിയാ, വണ്ടി ഇടിച്ചളിയാ, പെട്ടെന്നോ സ്പോട്ട് ചെയ്തോ. അളിയ നിർത്താതോ അല്ലെ, വണ്ടിയൊക്കെ ആകുമ്പോ തട്ടേ മുട്ടയൊക്കെ ചെയ്യും. എന്റെ വണ്ടി എന്നാ അടിച്ച് ചെവിക്കൽ ഞാൻ പൊട്ടിച്ചാ അവന്റെ അടിച്ചാണ്ട് ചെവിക്കല്ലോ. നീ വിറയ്ക്കും. അവന്റെ അച്ചാരെന്നറിയോ? ഉണ്ട പത്രോസ്. ആ 3 ഉണ്ട ഇപ്പോഴും വീട്ടിൽ ഇരിപ്പില്ലേ? നിന്റെ വെഞ്ചാമര കയറ്റി ഓടി പൊട്ടിച്ചോണ്ടല്ലോ നിന്റെ അച്ഛനൊക്കെ നമ്മള് പണിഞ്ഞിട്ടുണ്ട്. ഒരു ബുള്ളറ്റ് അല്ലേ? ഓ ആ പണിയായിരുന്നു സംഭവം. എന്നറിയാം, അവന്റെ പെണ്ണുമായിട്ട് ഒന്ന് പോയി എന്റെ ശ്രദ്ധ ഒന്ന് മാറി പോയടേ, ഒന്ന് വിട് അല്ലേ. കാറിന്റെ അകത്ത് എന്തോ പരിപാടിയായിരുന്നു? കാറിന്റെ അകത്ത് റൂം എടുക്കാൻ പൈസ ഇല്ലാത്തോണ്ട് കാർ കൊണ്ടുപോയി. പൈസ ഇല്ലാത്തോണ്ട് എല്ലാം വാങ്ങാതിരിക്കരുത് കേട്ടോ, അവസാനം വിധി നിന്നെ വെപ്രാളിപ്പിക്കും. നമുക്കൊരു കാലം ഉണ്ടായിരുന്നു, ഓലയുടെ ഇടയിലും കച്ചിലിന്റെ ഇടയിലും. മോനെ തുടിക്കെ പ്ലക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ ബൈ. ഏട്ടാ നടന്ന വിയർക്കുന്ന ആളായിട്ടാ, വല്ലോം താഴേട്ടാ. ഞങ്ങൾ കയ്യിൽ കാശ് കൊണ്ട് നടക്കാറില്ല. ചേട്ടാ കുഴിമന്തി കഴിച്ചിട്ട് 2 ദിവസം ഏട്ടാ. അപ്പൊ നീ മെനങ്ങാന്ന് കുഴിമന്തി കഴിച്ചു?
We hadn't eaten for last 2 months. ഈ ചേട്ടന്റെ കണ്ടറിയാം കാശുണ്ടെന്ന്. The bank have money. I have account the bank, but no money. What about your account? I have only Instagram account. ചേട്ടാ ഗൂഗിൾ പേ, നോ വേ, only pay. ഓ എന്റെ QR കോഡ് ഉണ്ട് ചേട്ടാ, ഒരു മിനിറ്റ്. എന്റെ പൊന്നേട്ടാ കോസ്റ്റ്യൂം മാത്രമേ വ്യത്യാസമുള്ളൂ, അവസ്ഥയൊക്കെ ഏതാണ്ട് സെയിം തന്നെ. എനിക്കെന്താ അവസ്ഥ? എന്റെ കാശുണ്ട്, ഞങ്ങളുടെ കയ്യിലില്ല. ഇല്ലെങ്കിൽ വല്ല പണിക്കും പോടാ, ഇല്ലെങ്കിൽ എന്റെ കൂടെ തെണ്ടാൻ പാ. Why should we? പെർ ഡേ 2500 കിട്ടും. അപ്പൊ monthly 75,000. Any job opportunities? Actually, I'm looking for an assistant. I'm here. Give me the band again. Come. I got the job. Attendance, please. Govind. Present. No. President. Pereira. Pregnant. എന്താ തിന്നണേ? പൊറാട്ട. കൂട്ടാനെന്തോ? കൂട്ടാൻ കാൽക്കുലേറ്റർ. കട്ടൻ ചായ എടുക്കട്ടെ? കട്ട ചായ വേണ്ട മോനെ, കക്കാത്ത മതി. ചളി വിറ്റി. ചളി വിറ്റ ആർക്ക്? അണ്ണാ ബബിൾക്ക് ഇറക്കുമോ? ബബിൾക്കോ ഇറക്കൂല, ബബിൾക്കോ ഒട്ടും. എന്താ കുക്കിങ്ങിലാ? 4 വിസിലടിച്ചാ പോത്തരച്ച് പോവോ? 4 അടിച്ചാ വേവും. ഇക്ക 2 അടിച്ച പൊറാട്ട കാട്ട്. ഇതാ പൊറാട്ട. പഞ്ചവടിക്ക് എങ്ങനെ പോവാ? നിങ്ങളിപ്പോ എങ്ങനെ വന്നത്? ഓട്ടോയില്. എന്നാ പിന്നെ അതിലെ 2 പോയിക്കൂടാ. ഇതേ ഏത് ബസ്? ഇതാണ് സിലബസ്. ചുമക്കണ അങ്ങനെയാണ് വലിയ ഉപകാരമായി. ലക്ഷ്മിക്ക് എന്താ പറയാനുള്ള കേക്കട്ടെ? ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ? ഞാൻ എന്റെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവര് എന്റെ വീട്ടിൽ വന്നു. Hey, I've seen this one. This is a classic. ലാലേട്ടന്റെ കൂടെ ഉള്ള ഒരു പിക്ചറാണ്. എനിക്ക് തോന്നുന്നു പുലിമുരുകിന്റെ സെറ്റിൽ വെച്ചെടുത്ത ഒരു പിക്ചറാണ്. ലാലേട്ടൻ ഇവിടെ കസേരയിലായിരുന്നു, ഞാൻ ആ കസേരയിലായിരുന്നു. മോനെ ആ കസേര ഇരിക്കരുതെന്ന് പറഞ്ഞു. അവൻ നിന്ന് കേട്ടാ ഇങ്ങോട്ട് വാ, എന്റെ മടിയിലിരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പോയിരുന്നു, എന്നെ കട്ടി പിടിച്ചു. ഇപ്പൊ കുഷൻ നന്നായിട്ടുണ്ടോ? എനിക്കൊന്നും വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു കഴിച്ചോളാം. എന്നാ നീ പോടാ, അവന് ഇവിടെ ഒന്നും വേണ്ട, പുറത്തുനിന്ന് കഴിച്ചോളാം. അവനെ അഹങ്കാരം, അഹങ്കാരം. നിങ്ങൾ കാണിച്ച് എനിക്ക് എടുത്ത് നോക്കി എന്തുണ്ടാക്കിയത്? പുട്ട് കോളം കൂട്ടി. നീടാ ഞാനുണ്ട്, തള്ളയായി പോയി. വെപ്പുകാരൻ ഇവനാണ് ഡൽഹി ജയിലിൽ നിന്ന് കരോളിന് വന്നേക്കണതാ. ജയിലിൽ നിന്ന് കരോളിന് വരാൻ ഇവനെന്താ പപ്പാനിയാ? അതല്ല, അവൻ ജയിലിൽ നിന്ന് അവധിക്ക് വന്നേക്കണ്ടാ. എടാ മണ്ട, അത് കരോളല്ല, പരേഡ്. ഇവന് 10 വർഷം മുന്നേ കാറ്ററിംഗ് ആയിരുന്ന പണി. എന്നെ തല്ലിക്ക് ഞാൻ പോലീസ് വിളിക്കും. എടോ താനോടെ പോലീസ്? ഞാനെന്ന് പോലീസ്, ഇവന്മാരെ ഞാനെന്ന്. തങ്കം സാർ അവര്. തങ്കം സാറല്ല, കണ്ണമാശ. ഒന്ന് പോടാർന്ന്. എന്റെ മോള് എന്നെ പോലെ ആയിരിക്കൂലേ? അത് നീ നിന്റെ ഭാര്യന്റെ അടുത്ത് നോക്കി, ഞാൻ പോട്ടെ. അതല്ല, 10 വർഷം ഞാൻ ബേക്കറി കിടന്ന്. 10 വർഷം ബേക്കറിയിൽ നിന്റെ അച്ഛനെ കെട്ടിച്ചു. ഒന്ന് പോടേ. ഉണ്ടെന്നറിയോ, ഞാൻ ജയിലിൽ കിടന്ന് 3 വർഷമായപ്പോഴാ എന്റെ ഭാര്യ പ്രഗ്നന്റ് ആയി. അണ്ണനറിയോ, തങ്കം സാർ അവര്. തങ്കന്റെ കിണ്ടി എന്നെ വിടറാ, നീ അവരോട് പോയി കഥ പറ. നമ്മള് സീക്രട്ട് ഏജന്റ് സായി ചേട്ടനെ കിട്ടിയെന്നൊക്കെ, നമ്മുടെ ടീമിലെ മാനേജറാണ്. സ്വന്തം ടീം അറിയില്ല. ആകെ ടീമിലറിയാലോ, അറിയില്ലല്ലോ. കണ്ടു, ഈ കാണുന്നതൊക്കെ എനിക്ക് വൃത്തിയാക്കാൻ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു അച്ചടക്കമുള്ള കുട്ടിയെ പോലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. നല്ല തണുപ്പുണ്ടെങ്കിൽ എനിക്ക് കിടുങ്ങാമോ കിടങ്ങി. സോറി കേസ്, ഞാൻ അപ്പോഴത്തെ ഒരു ഫ്ലോയിൽ പറഞ്ഞതാണ്. എനിക്ക് കിടുങ്ങാമില്ല, ഞാൻ ഒരു പെൺകുട്ടിയാണ്.
ഗേൾ ഫ്രണ്ടിന്റെ മുമ്പേ ഞാനോട് ഇങ്ങനെ ഒപ്പം ഇങ്ങനെ എന്റെ കോളേജിലാണ് ഓള് പഠിക്കുന്നത് ബാംഗ്ലൂര്. ഞാനും ഓളെ കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാണ്. അതിന്റെ ഓളമ്മ ഇങ്ങനെ ഇരുന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓളമ്മന്റെ വീഡിയോ ഉണ്ടിരുന്നു. അപ്പൊ ഓളെ സൂപ്പർ വാവ എന്റെ കോളേജിലത്രേ, അവന്റെ മുമ്പ് കൂടി ഒന്ന് പോവല്ലേ. ഇവന് മാച്ച് സെറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. പേര് അലൻ. അലൻ. എന്തായാലും എക്സിനെ കുറിച്ച് ചോദിച്ചതിരിക്കും. ആർ യു സ്റ്റിൽ കണക്റ്റഡ് വിത്ത് യുവർ എക്സ്? നോ 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 കണക്ഷൻ. പക്ഷെ അറിയാം, ഞാൻ അറിയാറുണ്ട് കാര്യങ്ങളൊക്കെ. അറിയാറുണ്ട്. അങ്ങനെയല്ല, എന്റെ വീടിന്റെ നിയർ ബൈ ആണ് ആളുടെ വീട്. അപ്പൊ ഞാൻ അറിയൂലോ. പറയുന്നത് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെ ഒരു ഇഷ്ടം ഇപ്പോഴും ഉണ്ട്. അല്ല, അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ആദ്യം സ്നേഹിച്ചിരുന്ന ആളുടെ പേരോ ആളുടെ ഒന്നും ഓർമ്മയില്ല? എന്തായാലും ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് റിലേഷൻ ഉള്ള കാര്യം പറയുന്നത് എനിക്കറിയില്ല. ഇവിടെ വന്നിട്ട് റിലേഷൻ ഉള്ള കാര്യം പറഞ്ഞിട്ട് മാച്ച് ഉണ്ടാക്കാനുള്ള വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലാതെ ഹൈഡാക്കി വെച്ചിരുന്നായിരിക്കും. ഇതിന്റെ വലിയ പ്രശ്നങ്ങളുണ്ട്. അതിനും നല്ലതല്ല ഞാൻ ഇപ്പൊ ഈ പുറകെ കാണുന്ന പുഴ ഉണ്ടോ? അതെന്റെ അമ്മയാ. ഈ പുഴ ചെന്ന് ചേരുന്ന അറബിക്കടൽ, അതാ എന്റെ അച്ഛൻ. അപ്പൊ ആ ഫ്രണ്ട് കൂടെ കനാലോ, അത് നിന്റെ അച്ഛൻ. ഞാൻ വേലായുധൻ, കല്ലേമുള്ളി വേലായുധൻ. എന്നിട്ട് കാലേ തെറിച്ചോ? മുള്ളൻ കൊല്ലി വേലായുധൻ. ഈ ചെവിക്കകത്ത കറുത്ത പാട് കണ്ടോ? ആ ഹെഡ്സെറ്റൊക്കെ മേടിച്ചോ? ഹെഡ്സെറ്റ് അല്ല, ഈ പുഴിഞ്ഞ കഥ കേട്ട് ചെവിക്കകത്ത് തഴമ്പ് വന്നാണ്. നിന്റെ അമ്മയുടെ ബാക്കി കഥ പറയടാ. ഞാൻ കള്ളു കുടിക്കാൻ ഷാപ്പിൽ കയറാറില്ല. പിന്നെ മുഖം പേശിലാണോ അവിടെ? അതല്ല, പാച്ചില്ല. അരേ കയറ് കെട്ടാതെ ആ ചുഴിക്കകത്തോട്ട് ഇറങ്ങി നിലവില്ല കയറ്റി കിടന്ന് എനിക്കൊരു മുട്ടക്കാട്ട തടി പിടിക്കണം. അതിനെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ വല്യം പേരെ? വിളഞ്ഞ കപ്പളങ്ങ തോരൻ വെച്ച് കൂട്ടിയാ മതി. കപ്പളങ്ങ തിന്നുന്ന എന്തിനാ? ഇങ്ങനത്തെ ക്രിമികടിക്ക് അതാണ് ബെറ്റ്. മുട്ടാപ്പോക്ക് ഞാൻ പറയല്ലേ, അതവിടെ ഇല്ലായിരുന്നല്ലോ. എന്നത് മുട്ട പപ്സ്. ഒരു സമാധാനം ഇല്ലാത്തത്. നീ ടെൻഷൻ അടിക്കണ്ട മാർക്കോസെ, ഞാൻ വന്നതേ ഇസ്രായേലിൽ. നീ കോട്ടങ്ങസിന്റെ കൂടെ വൺമാൻ ഷേക്ക് പോകും, അതായിരിക്കും നല്ലത്. ദാസേട്ടാ. ദാസേട്ടന് അല്ല, ഞാനും അല്ല ദേവരാജൻ മാഷ്. ഫസ്റ്റ് വാച്ചിങ് ഞാൻ. ആദ്യം ഞാൻ എന്റെ സ്വന്തം കാലിലൊന്ന് നിൽക്കട്ടെ. ഇതിപ്പോ രണ്ടാണോ? അങ്ങനല്ല, എന്റെ കഴപ്പ് അങ്ങനെ തീർന്നു കിട്ടി. ഇപ്പൊ ഞാൻ നല്ല ഹാപ്പിയാണ്. താങ്ക് യു ഗൈസ്. ചാലഞ്ച് മച്ചാ, ദേഷ്യപ്പെട്ട 100 രൂപ. ദേഷ്യപ്പെട്ട 100 രൂപ. ഓ, നീ എന്റെ പൈസ ഉണ്ടതൊക്കെ അറിയാം. ദേഷ്യപ്പെടുന്നു. നീ എവിടെ ഉള്ളേനി? എടാ, നീ എവിടെ ഉള്ളേനി? നീ എവിടെ ഉള്ളേനി? കൊച്ചിയില. നീ കൊച്ചിയിൽ എവിടെ ഉള്ളേനി? കാക്കനാട് ഉള്ളേനി? കാക്കനാടന്നെ. കാക്കനാട് നീ എവിടെ ഉള്ള? എവിടെ ഉണ്ടേ? പോടാ, കെട്ടിപ്പിടിച്ചിക്കണേ. ഇവിടെ ആളില്ലേ? ഉണ്ടേ. അയ്യേ, കാക്ക കഷ്ടം. അയ്യോ, ശിഖണ്ഡി. ഞാൻ പോലീസാണ്. ശിഖണ്ഡി പോലീസാ. എവിടെ വീട്? വീട് എവിടെ? ബാംഗ്ലൂർ. ബാംഗ്ലൂരല്ലേ? വെസ്റ്റ് ബംഗാള്. മലയാളി അല്ല മമ്മോല്. വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ പറഞ്ഞാൽ എവിടെ അറിയോ? എവിടെയാണ് വെസ്റ്റ് ബംഗാൾ? എവിടെയാണ്? ബംഗ്ലാദേശോ? ചൈന എന്നല്ല, അത് രാജ്യമാറി. വെസ്റ്റ് ബംഗാള്. ഇതിപ്പോ നമ്മള് കേരളല്ലേ? ഭൂട്ടാനോ? ഭൂട്ടാനോ? അത് പ്ലൂട്ടാണ് ഗ്രഹം. ഭൂട്ടാനാണിത്. ഓല് പേടിച്ച് ഒരു വണ്ടി കഴിച്ചു. സിസ്റ്റർ, എനിക്ക് കുട്ടികളില്ല. അപ്പൊ ഒരു കുട്ടിയെ ദത്തെടുത്താലോ? ഓ ഈശോപ്പാ, ഗോഡ് ബ്ലെസ് യു മൈ സൺ. പേര് സുമേഷ് കുട്ടു. വയസ്സ് 24. എത്ര വയസ്സുള്ള കുട്ടിയാണ് സാർ ദത്തെടുക്കാൻ പോകുന്നത്? 18 വയസ്സുള്ള പെൺകുട്ടി.
17 മതി കിട്ടും. സാറിന്റെ വൈഫ് എവിടെയാ? അയ്യോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല.